ഹായ്, ഇന്നുണ്ടല്ലോ ഞാനൊരു 1 BHK അല്ല 2 BHK ആണ് ശരിക്കും പറഞ്ഞാൽ 2 BHK ഫ്ലാറ്റിലാണുള്ളത്. ഈ ഫ്ലാറ്റ് നമ്മൾ ഷൂട്ടിൻ്റെയൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. ഭയങ്കര രസമാണ്. അപ്പം ശരിക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാം. ഫുഡ് കഴിക്കുന്നതിൻ്റെ പ്രത്യേകത ഞാൻ ഈ ഫ്ലാറ്റിൻ്റെ ഓരോ വശങ്ങളിൽ നിന്നുള്ള വീഡിയോസ് ഫസ്റ്റ് അപ്ലോഡ് ചെയ്യും, പിന്നീട് മൊത്തം ഒരു വീഡിയോസും കൂടെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്ലാറ്റിൻ്റെ മൊത്തം വിവരങ്ങളും അതിലുണ്ടാവും. അപ്പം ജസ്റ്റ് എറണാകുളം വന്നിട്ട് സ്റ്റേ ആഗ്രഹിക്കുന്നതിന് ഏറ്റവും സൂപ്പറായിട്ടുള്ളൊരു സ്ഥലമാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പം ഇവിടെ ഇരുന്നാലേ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റും. നല്ല ഹോട്ടൽസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഇനി ഞാൻ കഴിക്കാൻ പോകുന്ന ഫുഡ് എന്ന് പറയുന്നത് ചോറാണ്. ചോറ്, കുടംപുളി ഇട്ട മീൻകറി ഉണ്ട്, പിന്നെ ചിക്കൻ പാർട്സ് ഉണ്ട്, ചമ്മന്തി ഉണ്ട്. ചമ്മന്തി എന്ന് പറഞ്ഞാൽ മുളക് ചമ്മന്തി കേട്ടോ, സൂപ്പറാണ്. ഇത് പൊട്ടിച്ചൊഴിച്ചപ്പോഴേ ഏകദേശം ടേസ്റ്റൊക്കെ നോക്കി, അതുകൊണ്ട് കൂടുതൽ എക്സ്പ്രഷൻ ഒന്നും വരില്ല. ഇത് മോരുകറിനെ. ഇത് കഴിക്കുന്ന സ്ഥലം ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇത് ശരിക്കും കിച്ചണാണ്. ഈ കിച്ചണിലിരുന്ന് കഴിക്കുമ്പോൾ ഞാനിന്ന് കിച്ചണിലിരുന്ന് കഴിച്ചതാണ്. ഇവിടെ ഡൈനിങ് റൂം ഉണ്ട്, പക്ഷേ ഇതുണ്ടാവും ഈ സ്പേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസം. അപ്പം ഞാനതൊന്ന് കാണിക്കാമെന്ന് ഓർത്തിട്ടാണ് ഇവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചത്. ഈ കെറ്റലിന് ഒരു കഥയുണ്ട്, അത് ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. കഥകളൊക്കെ പോരട്ടെ. അപ്പം ഇവിടുത്തെ ഒരു മനോഹരമായ വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയെങ്കിലും കഴിക്കാം. ഇങ്ങനെ ഇരുന്ന് കഴിക്കാം. എൻ്റെ സൗകര്യത്തിന് ക്യാമറയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഓക്കെ. രസം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് 2-3 പോത്ത് കുട്ടികളുണ്ട് എന്നുള്ളത്. അപ്പോൾ ശരിക്കും ഇവിടെ നല്ല വ്യൂ ആണ്, നല്ല ഭംഗിയാണ്. ഇവിടെ കുറേ കെട്ടിടങ്ങളൊക്കെ കാണാം. ഒരു പാടാണ്, ഇത് നോക്കിയൊരു പാടാണ്, ഒരു പള്ളിയാണ്, ഒരു പള്ളിയുടെ ഇത് കാണാം, റോഡ് കാണാം. ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പക്ഷെ ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കായിരിക്കും, അപ്പം ഇടയ്ക്ക് ഞാൻ എടുത്ത് കാണിച്ചു തരാം. നീ കഴിച്ചു കഴിയുമ്പോൾ വന്നിട്ട് ഫുള്ളൊന്ന് എടുക്കുമോ? അങ്ങ് ദൂരെ ഒരു പള്ളി കാണാം, കണ്ടോ? ഒരു പള്ളിയുണ്ട്. പിന്നെ കണ്ടോ കുറ്റിയൊക്കെ പറക്കുന്നത് ആകാശത്തൂടെ. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് റോഡുണ്ട്. ആ സൈഡിൽ റോഡാണ്. ആ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ റോഡുണ്ട്. ശരിക്കും ഇതൊരു ടൗണിലാണെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടാൽ തോന്നൂല കേട്ടോ. ഇത് ശരിക്കും ടൗണാണ്. പക്ഷെ ഇവിടെ ഈ ഭാഗത്ത് പച്ചപ്പും ഹരിതാപവുമാണ്. ഈ ചുറ്റും പച്ചപ്പ് ഹരിതാപം. അതാ ഒരു പക്ഷി പറഞ്ഞു. ഇതിൻ്റെ ബാക്കിൽ നല്ല വെള്ളമൊക്കെ ഉണ്ട്. പക്ഷെ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, എറണാകുളമൊക്കെ വന്നു കഴിഞ്ഞാലേ ഭയങ്കര മോശമായ സ്ഥലങ്ങളല്ലേ ഉള്ളത്. വേസ്റ്റൊക്കെ ആയിരിക്കുമല്ലോ. ഇതങ്ങനെയൊന്നും അല്ല കേട്ടോ, വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇവിടെ. നമ്മൾ താമസിക്കുന്നിടത്ത് വേസ്റ്റ് ഒന്നുമില്ല. പിന്നെ നല്ല അടിപൊളി ഫുഡ്. ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾക്ക് കിട്ടിയതല്ലോ വീട്ടിലുള്ള ഫുഡായിരുന്നു. വീട്ടിലുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്ത് വീട്ടിലുള്ള ഫുഡാണ് കിട്ടിയത്. ഇത് ഹോട്ടൽ ഫുഡാണെങ്കിലും നല്ല അടിപൊളി ഫുഡ് എന്ന് വെച്ചാൽ ചിക്കൻ പാർട്സ് ഉണ്ട്, പിന്നെ മുളക് ചമ്മന്തി ഉണ്ട്, ഇതാ നല്ല തേങ്ങ അരച്ച കറി, എന്താ അതിൻ്റെ പേര്, മോരുകൂട്ടാൻ. പിന്നെ മീൻകറി, കുടംപുളി ഇട്ട മീൻകറി കേട്ടോ, നല്ല അടിപൊളി കറിയുണ്ട്. ഭയങ്കര എരിവൊന്നുമല്ല. എരിവിന് വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. തക്കാളിക്കായും മുളകും ഒക്കെ ഇട്ട മുളക് ചമ്മന്തി നല്ല രസമുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത അറിയോ, ഇതൊരു അപ്പാർട്ട്മെൻ്റാണ്, 2 BHK അപ്പാർട്ട്മെൻ്റാണ്. ഈ അപ്പാർട്ട്മെൻറ്റിൽ വന്നപ്പോൾ സമയത്ത് ഞങ്ങളുടെ വിചാരം, പ്രത്യേകിച്ച് എനിക്ക് മൂന്നാർക്ക് പോകണമെന്നുണ്ടായിരുന്നു. മൂന്നാർ പോകണം കാരണം തണുപ്പ്. ഓക്കെ, അത് ഓർത്തിട്ട് ഇപ്പം ചൂടല്ലേ, അവിടെ തണുപ്പിന് മൂന്നാർ പോകണം എന്ന് പറഞ്ഞിട്ടാണ്
ഞങ്ങളെല്ലാം ഇരുന്നത്. പക്ഷേ പ്രൊഡ്യൂസർ പറഞ്ഞു ഒരു ദിവസം ഇവിടെ താമസിക്കും, എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാൻ നോക്കി. അങ്ങനെ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഇവിടെ വന്ന് കയറി. നൈറ്റ് ഫുഡ് വാങ്ങിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഫുഡ് അടിപൊളിയാണ്. വീട്ടിലെ ഫുഡൊക്കെ കിട്ടും. അപ്പം ഓക്കെ, സ്വിഗ്ഗി ഉണ്ട്, ബ്ലിങ്കറ്റ് ഉണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിക്കാം. അത് കഴിഞ്ഞപ്പോൾ രാത്രി കിടന്നു. രാവിലെ ഒക്കെ ആയപ്പോഴേ ഭയങ്കര രസമുള്ള ക്ലൈമറ്റ്. കാരണം പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ പാടവും നമ്മുടെ പോത്തും കുട്ടികളും പിന്നെ പറവയും പറക്കലും ഒക്കെ കാണുമ്പോൾ നല്ല വെള്ളം. എറണാകുളത്ത് താമസിക്കുമ്പോൾ അറിയാലോ, പൊല്യൂഷൻ ആയിരിക്കും മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ വേസ്റ്റ് ഇങ്ങനെ പാടത്തൊക്കെ നോക്കിയാൽ എറണാകുളത്ത് എപ്പോഴും എവിടെയൊക്കെ വേസ്റ്റ് ഇങ്ങനെ കെട്ടിക്കിടക്കുമായിരിക്കും. ഒരു വെള്ളം ചീത്തയായിരിക്കും. പക്ഷെ നോക്കിക്കാൻ നല്ല വെള്ളം ആണ്, നല്ല പാടമാണ്, വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്തിട്ടില്ല. എന്താണെന്നറിയില്ല, നല്ല ഭംഗിയുള്ള സ്ഥലം. അതുപോലെ നല്ല കിളികളൊക്കെ പറന്ന് നടക്കുന്നു. ക്ലൈമറ്റ് ചൂടാണ്. നമ്മൾ എ സിയിൽ ഇരിക്കുന്നതുകൊണ്ട് ആ ചൂടിന്റെ അറിയുന്നില്ല. പക്ഷെ ചൂടാണെങ്കിലും നമ്മൾ എ സിയിൽ ഇരുന്നാലും പുറത്തേക്ക് കാണുന്നത് വേസ്റ്റ് ആണെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് കഴിക്കുന്നതെന്ന് ഓർത്തു. അതുപോലെ അപ്പുറത്ത് ഹോളുണ്ട്, ഹോളിൽ ഡൈനിങ് ഉണ്ട്, ഡൈനിങ്ങും ടി വി ഒക്കെ ഉണ്ട്. അത് കാണാതെ ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഇത് കണ്ട സമയത്തുണ്ടല്ലോ, ഈ റൂമിൽ വന്ന് കയറി എല്ലാം ഇവിടെ കണ്ട സമയത്തുണ്ടല്ലോ, ശരിക്കും പറഞ്ഞ തഴക്കി കിട്ടുന്നില്ല. കണ്ട സമയത്തുണ്ടല്ലോ, ശരിക്കും ഞാൻ ആദ്യമേ ഫസ്റ്റ് വിചാരിച്ചതില്ലേ, ഇവിടെ ഒരു വീഡിയോ എടുക്കണം, ഇതൊന്ന് കാണിക്കണം എന്നുള്ളതായിരുന്നു. എന്ത് രസം, ഭയങ്കര രസം. നമുക്ക് ഫുഡ് കഴിക്കാനാണെങ്കിലും എൻജോയ് ചെയ്യാനാണെങ്കിലും കപ്പിൾസിനൊക്കെ വന്നാൽ എന്ത് രസമായിരിക്കും അറിയോ. നിങ്ങൾക്ക് കിച്ചണൊക്കെ നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. കിച്ചൺ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് അറിയത്തില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ വീട്ടിലെ കിച്ചണൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ കപ്പിൾസിന് പറ്റുന്നില്ല എങ്കിൽ ഇവിടെ വന്നിട്ട് ഉപയോഗിക്കാം. കാരണം അടിപൊളി കിച്ചണാണ്. പിന്നെ ഈ ഫ്ലാറ്റിൻ്റെ മൊത്തം വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ റൂട്ട് കാര്യങ്ങൾ, ഇവിടെ വരുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ വേണം എന്നുള്ളത് പുറകെ അപ്ലോഡ് ചെയ്യാം. കാരണം ഇതിന് മൊത്തം വീഡിയോ, ഇതിൻ്റെ ബെഡ്റൂമിൻ്റെ വീഡിയോ വേറെ സെപ്പറേറ്റ് ഇടാം കേട്ടോ. ഫുൾ വീഡിയോ ഉണ്ടാവും, ബെഡ്റൂമിൻ്റെ വീഡിയോ വേറെ ഉണ്ടാവും. നല്ല പൊളിയാണ്. പിന്നെ എനിക്കെന്ന് പറഞ്ഞാണല്ലോ, എനിക്ക് ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും വേണമെന്നില്ല. എനിക്കൊരു ലൈറ്റ് ഫുഡ് മതി, കുറച്ച് ഫുഡ് മതി. പക്ഷെ നല്ല ഫുഡ് കിട്ടിയാൽ അമ്മാതിരി തട്ടും. കണ്ടപ്പോൾ തന്നെ വയറ് പറഞ്ഞു പോലെ. എന്റെ പൊന്നും, വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകളാണെന്ന് വെച്ചോ, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം അമ്മാതിരി ടേസ്റ്റാണ് ഈ സാധനത്തിന്. എന്നാ ടേസ്റ്റ് ചെയ്ത് സൂപ്പർ, അമ്മാതിരി ടേസ്റ്റാണ്. ചമ്മന്തിയൊക്കെ. പിന്നെ വെജിറ്റേറിയൻ അല്ല, ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തത് എങ്ങനെയാണെന്നറിയോ, അത് പറഞ്ഞല്ലോ. സാധാരണ ഊണെന്ന് പറഞ്ഞിട്ടല്ലേ ഓർഡർ ചെയ്യാം, നമ്മളങ്ങനെയല്ല ഇവിടെ ഓർഡർ ചെയ്യുന്നത്. ചോറ് മാത്രം, പ്ലെയിൻ റൈസ് മാത്രം ഓർഡർ ചെയ്തു. എന്നിട്ട് സെപ്പറേറ്റ് കറി വെക്കുന്നു. ഊണ് റേറ്റ് നോക്കിയിട്ടല്ല കേട്ടോ, അത് നല്ല കറികൾ ചൂസ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു ട്രിപ്പൊക്കെ പോകുമ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഒരു തവണയെങ്കിലും, ഇപ്പം ഒരു 3 ദിവസം സ്റ്റേ ചെയ്യുന്ന ആൾക്ക് ഒരു തവണയെങ്കിലും അങ്ങനെ ട്രൈ ചെയ്യണം. റേറ്റ് കൂടും, അത് ശരിയാണ്. പക്ഷെ ഒറ്റ തവണ ഒരു ഊണായിട്ട് മാത്രം വാങ്ങിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. പക്ഷെ ഇത്
കറിക്ക് ടേസ്റ്റ് കറിയുടെ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ നമുക്ക് ഇങ്ങനെ കഴിക്കുന്നതിന് ഗുണം എന്താണെന്ന് വെച്ചാൽ ചോറ് മാത്രം ഓർഡർ ചെയ്താൽ ചോറ് വരും, സെപ്പറേറ്റ് കറികൾ വരും, ടേസ്റ്റ് മിക്സ് ആയി പോവില്ല. പല കറികൾ മിക്സ് ആകുമ്പോൾ ടേസ്റ്റ് നമുക്ക് കിട്ടൂല, പല കറിയുടെ ഇതായിട്ട് വരും. പിന്നെ അവർ പാക്ക് ചെയ്യുന്നതൊന്നും ശരിയാവൂല. എനിക്ക് ഇതാകുമ്പോൾ എല്ലാ കറിയുടെയും ടേസ്റ്റ് നമുക്ക് കിട്ടും. നമുക്ക് ഇഷ്ടപ്പെട്ട കറി ചൂസ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് ഈ ചോറ് ചൂസ് ചെയ്തത്. ഇവിടെ പൊതുവെ എങ്ങനെയാണ് ഓരോ കറി സെപ്പറേറ്റ് എടുത്തു. കൂട്ടുകാരൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണല്ലോ, പൊടിയായിരുന്നു. ശരിക്കും കപ്പിൾസിനാണ് കേട്ടോ കൂട്ടുകാരെക്കാളും. കാരണം കൂട്ടുകാർ വന്നിരിക്കുമ്പം ബഹളവും അത് അതിനേക്കാളും നല്ലത് കപ്പിൾസ് വന്നിരിക്കുമ്പോൾ ഒരു ക്യാമൽ പോയിട്ടായിട്ട് കുറച്ച് ഒച്ചയും ബഹളമൊക്കെ വെക്കാൻ പറ്റുന്ന സ്ഥലം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കുറച്ച് ഒച്ചയും ബഹളവും വെക്കാൻ പറ്റുന്ന സ്ഥലം വേണ്ടേ. നമ്മൾ വീട്ടിൽ നിന്ന് വരുന്നത് എന്തിനാ? നമുക്ക് കുറച്ച് ഒച്ചയും ബഹളമൊക്കെ വെക്കണ്ടേ. അപ്പോൾ ഒച്ചയും ബഹളം വെക്കാം. പിന്നെ പുറത്തേക്ക് ശബ്ദമൊന്നും പോകില്ല. അങ്ങനെയാണ്. കാരണം നിങ്ങൾ ഈ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഈ ബെഡ്റൂം കണ്ടാൽ ഞെട്ടിപ്പോകും. ഇത്രയും കോസ്റ്റ് കുറഞ്ഞിട്ട് എറണാകുളത്ത് 1 BHK റൂം ഇട്ടെന്ന് പറയുന്നത് സൂപ്പറാണ്. 2 BHK ആയിട്ടും എടുക്കാം കേട്ടോ. 2 BHK കുറച്ചുകൂടെ റേറ്റ് ഉണ്ടാവും. പക്ഷെ 1 BHK ആണെങ്കിൽ നല്ല. പിന്നെ ഈ റൂം ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പോൾ അതാവുമ്പോൾ നിങ്ങൾക്ക് ഈ റൂം സെലക്ട് ചെയ്ത് വരാം. ലൊക്കേഷൻ ഇതിൻ്റെ ഇവിടെ സംബന്ധിച്ച് കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യും. എന്താ അറിയോ, അത്രമാത്രം എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നോർത്ത് ഇതെന്നെ എക്സ്പ്ലോർ ചെയ്യും. മറൈൻ ഡ്രൈവ് അതൊന്നുമല്ല, നമ്മുടെ നാട്ടിൻപുറം, നമ്മുടെ കാട് മേട് സ്റ്റൈല്, നാട്ടുമ്പുറത്ത് കലുങ്കുമേരിക്കുന്ന അപ്പച്ചന്മാർ ഇതൊക്കെ കണ്ടിട്ടുണ്ടാകും. ചെറിയ പെട്ടിക്കടകൾ ഒക്കെ പുറകെ വരുന്നുണ്ട്. അപ്പം ഞാൻ ചോറിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ എത്ര സൂപ്പർ ആയതുകൊണ്ടാണ് ഞാൻ ഈ ചോറ് കംപ്ലീറ്റ് ചെയ്യുന്നത്. സാധാരണ ഞാൻ ചോറ് കംപ്ലീറ്റ് കഴിക്കാറില്ല. അപ്പം എനിക്കിഷ്ടപ്പെട്ടു. അത്ര ടേസ്റ്റാണ്. മുളക് ഞാൻ അധികം കഴിച്ചില്ല, കുറച്ച് കഴിയുമ്പോൾ വയറരി. എന്നാലും തക്കാളിക്കൊക്കെ ഇട്ടതാണ്ട് വലിയ എരിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. മീനൊക്കെയാണ് എല്ലാം സൂപ്പർ മീൻ കറി. എന്നിട്ട്